നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു നമ്മളോട് കൽപ്പിച്ച വണ്ണമുള്ള ദൈവരാജ്യത്തിലേക്ക് നമ്മളെ ചേർക്കുവാനുമായിട്ടും തടസ്സമായിട്ട് നിൽക്കുന്ന നമ്മുടെ പാപങ്ങളെ പോക്കി നമ്മളെ തന്റെ ആത്മാവിനാൽ നിറച്ച് നമുക്ക് ദൈവത്തിന്റെ മക്കളും വിശുദ്ധരുമെന്നുള്ള പദവി നൽകി തരുവാൻ തക്കവണ്ണം നമ്മളോടുള്ള അഗാധമായിരിക്കുന്ന സ്നേഹ നിമിത്തം മനസ്സലിവ് നിമിത്തം 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിലെ തന്റെ ആ പിതാവിന്റെ മടിത്തട്ടും ആ പിതാവായ ദൈവത്തോടുകൂടെ താൻ വസിക്കുന്ന ആ നിത്യമായിരിക്കുന്ന ആ സ്വർഗീയ ഭവനവും വിട്ട് കോടാനുകോടി ദൂതന്മാരെ ആരാധകളെ വിട്ട് ഒരു മനുഷ്യനായിട്ട് തന്നെത്താൻ താഴ്ത്തി ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വരികയും നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങളെ ചുമന്നുകൊണ്ട് പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവ കോടതി നിയമത്തിന് മുമ്പിൽ നമുക്ക് പകരക്കാരനായിട്ട് നമ്മുടെ പാപമോചനത്തിനായിട്ട് നമ്മുടെ പാപത്തിന്റെ ശിക്ഷയേറ്റ് മരിച്ചുവെങ്കിലും മരിച്ചതിന് ശേഷം അടക്കപ്പെട്ടവനെങ്കിലും മരണപാശങ്ങളെ അഴിച്ചിട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റവനും ഇതാ ഭൂമിയിൽ വിശുദ്ധന്മാരെ ചേർക്കുവാനായിട്ടും പാപികളെ ന്യായം വിധിക്കുവാനുമായിട്ടും അവൻ ഇതാ തേജസ്സിൽ വെളിപ്പെട്ട് വരുമ്പോൾ അവന്റെ മുമ്പിൽ നിങ്ങൾ എല്ലാവരും തേജസ് പൂതരായിട്ട് തേജസ്കരണം പ്രാപിച്ച് നിൽക്കണം എന്നുള്ള ആ ദൈവത്തിന്റെ ഹിതം, അതായത് പാപമോചനം ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുകയാണ്. ഭൂമിയിലെ കഷ്ടങ്ങൾ മാറുന്നതിനെ പറ്റിയല്ല, നിങ്ങളുടെ ബാങ്കിലെ കടങ്ങൾ വീട്ടപ്പെടുന്നതിനെ പറ്റിയല്ല, നിങ്ങൾക്ക് രോഗസൗഖ്യം കിട്ടുന്നതിനെ പറ്റിയല്ല, അതല്ല ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അതൊക്കെയും നമ്മൾ കർത്താവിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ ദൈവം എന്തെല്ലാം പരിഹാരം വരുത്തുന്നവനാണ്. നാം ദൈവത്തിനുള്ളവനാണെങ്കിൽ നമ്മെ പരിപാലിക്കേണ്ട ഉത്തരവാദിത്വം ദൈവത്തിനാണ്. എന്നാൽ നിർഭാഗ്യവശാൽ നിങ്ങൾ അനേക ആൾക്കാരും ദൈവത്തിനുള്ളവനായിട്ട് തീർന്നിട്ടില്ല എന്ന് വെച്ചു കഴിഞ്ഞാൽ പാപമോചനം നിങ്ങൾ നേടിയിട്ടില്ല എന്നുള്ളൊരു ദുഃഖസത്യം നിങ്ങളെ അറിയിപ്പാനും പ്രിയപ്പെട്ടത്. എന്നാൽ നിങ്ങൾക്കൊരു അവസരമുണ്ട്. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഏത് സമയവും നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഇന്ന് എന്ന് പറയുന്ന ദിവസം തന്നെ നിങ്ങൾക്കൊരു പാപമോചനം നേടി ആ ദൈവത്തിന്റെ മക്കളും വിശുദ്ധരുമായിട്ട് തീർന്ന് അങ്ങനെയുള്ളവർക്ക് വേണ്ടി ദൈവത്താൽ ഒരുക്കപ്പെട്ടിരിക്കുന്ന ആ നിത്യ സ്വർഗത്തിലേക്ക് സൗജന്യമായിട്ട് പ്രവേശിക്കാനുള്ള ഒരു സുവർണ അവസരമായിട്ട് ഈ ചെറിയ പ്രസംഗം നിങ്ങൾ കേൾക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്.